അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളൊരു 2 മെഗാമിനിസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കളക്ഷനിലുള്ളതാണ്. ഇത് നമ്മുടെ ഇതിന് മുമ്പ് വാങ്ങിയ മെഗാമിനിസ് ക്യൂബാണ്. 3x3 ആണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ 2x2 മെഗാമിനിക്സ് ആണ്. ഇത് ഞാൻ ഈ 2x2 നോക്കിയിട്ട് തന്നെ വാങ്ങിയാണ് മെഗാമിനിക്സ്. ഇതിനു മുമ്പ് നമ്മൾ ഇത് ക്യൂബല്യോ സൈറ്റിൽ നിന്നാണ് നമ്മൾ സാധാരണ ഈ ക്യൂബ് വാങ്ങിക്കാറ്. അപ്പോൾ അതിൽ നമ്മൾ മെഗാമിനിക്സ് എന്ന് കണ്ടിട്ട് വാങ്ങിച്ച ക്യൂബാണ് ഇത്. ഇതിൻ്റെ സോൾവും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് 12 കളേഴ്സ് വരുന്നുണ്ട്. പക്ഷെ 12 കളേഴ്സിൽ തന്നെ നമുക്ക് ഒരു സൈഡ് തന്നെ 1 2 3 4 5 6 7 8 9 10 11 കളേഴ്സ് 3 4 5 6 7 8 9 10 11 പീസുകൾ വരുന്നുണ്ട് ഓരോ കളറിൻ്റെയും. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമായ നല്ല വെറൈറ്റി കളർ പാറ്റേൺസ് ആണ് വരിക. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാനും എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. നമുക്കിത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഓരോരോ കുടുക്ക് അഴിച്ചെടുക്കുന്ന പോലെ ഒരു ഫീലിങ്ങും കാര്യങ്ങളും വരും. ഇത് മൂവ്മെൻറ്റ് നമ്മുടെ ഇതേപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്ക്രാമ്പിൾ ചെയ്യുകയാണ്. ഇതിൻ്റെ സെൻറ്റർ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഇപ്പോൾ അതാ ഇവിടെ ഒരു ഗ്രീൻ ഉണ്ട്. ഗ്രീൻ്റെ ഇത് എപ്പോഴും ഫിക്സ് ആയിരിക്കും. നമുക്ക് ഇതൊരിക്കലും നമുക്ക് തിരിച്ചാലും നമുക്കിത് ഈ സൈഡിൽ നിന്ന് മാറില്ല. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ യെല്ലോ ആയിരിക്കും, ഇതിൻ്റെ സൈഡിൽ ഈ ഗ്രേ കളർ, ഇതിവിടെ ഓറഞ്ച്, ബ്ലൂ, പിങ്ക്, ഇതേപോലെ ഇത് ഫിക്സ് ആയിരിക്കും. സെൻറ്റർ എപ്പോഴും ഫിക്സ് ആയിരിക്കും. ഈ ഏത് സെൻറ്ററാണോ നമുക്ക് ഇവിടെ കാണുന്നത് ആ സെൻറ്ററിൻ്റെ കളറാണ് നമ്മൾ ചുറ്റും സോൾവ് ചെയ്ത് വരുന്നത്. ഇതിൻ്റെ ചെറിയൊരു മോഡലാണ് നമ്മുടെ ഈ ഒരു ക്യൂബ്. ഇത് 2x2 മെഗാമിനിക്സ് ആണ്. ഇതിൽ നിന്ന് ഡിഫറെൻ്റ് എന്താന്ന് പറയുന്നത്, ഇവിടെ 1 2 3 4 5 പീസുകളാണ് വരുന്നത്. ഇവിടെ 11 പീസിന് പകരം ഇവിടെ 5 പീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കളർ പാറ്റേൺ വരില്ല. ഈ 5 പീസ് വെച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാം ഈ 5 × 12 അത്രയും കളേഴ്സാണ് വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് 11 പീസുകളുണ്ട്. 11 × 12 പീസുകൾ മൊത്തത്തിൽ ഇവിടെ സ്ക്രാമ്പിൾ ആയിട്ട് കിടക്കും. അപ്പോൾ കാണാനൊരു ലുക്കും സോൾവ് ചെയ്യാനുള്ള ഒരു ത്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ക്യൂബ് നമ്മളൊന്ന് സ്ക്രാമ്പിൾ ചെയ്യുകയാണെങ്കിൽ വളരെ സ്മൂത്താണ് കേട്ടോ. വളരെ ഇപ്പം നമ്മുടെ ക്യൂബിലിയോ കുറച്ചും കൂടി നമ്മുടെ നല്ല ക്യൂബുകളൊക്കെ വരുന്നത് നല്ല സ്മൂത്തും നല്ല സോഫ്റ്റും ആണ്. ഇത് നമുക്ക് വേറൊരു രീതിയിൽ 2 സൈഡ് നമുക്ക് ഒരുമിച്ച് ഇതാക്കാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഇതും ചെയ്യാൻ പറ്റും. പക്ഷെ പിന്നെ ഇത് തിരിക്കണമെങ്കിൽ പാടാട്ടോ. അപ്പോൾ ഇത് രണ്ടും നല്ല കട്ടിങ് നല്ല രസമുണ്ട് കേട്ടോ. ഇതും അതേപോലെ ആവും തോന്നുന്നു കേട്ടോ. ഇതും അതേപോലെ ആവും കേട്ടോ, തിരിക്കാൻ പറ്റുന്ന. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് കറക്റ്റ് ചെയ്ത് പോവാം കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ ആകെ കൺഫ്യൂഷനാവും. ഓക്കെ, ഇതിൻ്റെ കളർ പാറ്റേൺ വളരെ കുറവാണ്. പക്ഷേ കമ്പയർ ടു ഇത് വളരെ കുറവാണ്. പക്ഷേ ഇതിൽ കൂടുതൽ നമുക്ക് കളർ പാറ്റേണുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും മെഗാമിനിക്സ് ക്യൂബുകളാണ്. സോൾവിങ്ങും രീതികളും ഒക്കെ ഏകദേശം സെയിം ആണ് രണ്ടിനും. പക്ഷേ ഇത് കുറച്ചും കൂടി ഫിക്സഡ് കളർ ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ കളർ ഫിക്സ് ചെയ്യുന്നത് സെൻറ്റർ നോക്കിയിട്ടല്ല. ഇവിടെ ഇപ്പോൾ യെല്ലോ, ബ്ലൂ, വൈറ്റ് ആണെങ്കിൽ ഇവിടെ ബ്ലൂ ആയിരിക്കും, ഇവിടെ യെല്ലോ ആയിരിക്കും, ഇവിടെ വൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ വൈറ്റ്, ബ്ലൂ ഈ സൈഡിലാണ് വരിക കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഇവിടെ വൈറ്റ് വരുമ്പോൾ ഇവിടെ ബ്ലൂ, ഇവിടെ യെല്ലോ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഗ്രീൻ ആയിരിക്കും വരിക. ഇവിടെ ഗ്രീന്. അങ്ങനെ നമ്മൾ മാച്ച് ചെയ്യണം. ഇവിടെ യെല്ലോ, നമ്മുടെ ഇവിടെ യെല്ലോ ഗ്രൂപ്പ് സോൾവ് ചെയ്തു. ഇവിടെ ഗ്രീൻ ആകുമ്പോൾ ഇവിടെ ഓറഞ്ച്. അപ്പോൾ ഇവിടെ ഈ സൈഡ് ഇപ്പോഴും ഓറഞ്ച് ആയിരിക്കും, ഇവിടെ വൈറ്റ്. അങ്ങനെ നമ്മുടെ ഒരു ഫിക്സഡ് സെൻറ്റർ ഇല്ലെങ്കിലും ഇത് ഈ 5 എണ്ണവും നമുക്ക് കണക്റ്റഡ് ആയതുകൊണ്ട് ബാക്കിയുള്ളതുമായിട്ട് കണക്റ്റ്, അതായത് ഓരോ പീസിനും 3 കളേഴ്സ് ഉണ്ടല്ലോ. ഓരോ പീസിനും, അതായത് കോർണർ പീസ് ആയിട്ടാണല്ലോ ഇവിടെ വരുന്നത്. ഇവിടെ നമ്മുടെ കോർണർ പീസ് വരുമ്പോൾ 3 കളർ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലുള്ള ഈ പീസുകളൊന്നുമില്ല. ഈ കോർണർ പീസുകൾ മാത്രം അടുപ്പിച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു മെത്തേഡിലാണ്. ഇവിടെ നമുക്ക് അപ്പോൾ യെല്ലോ ഓറഞ്ച് ആണ് വരുന്നത്. യെല്ലോ ഓറഞ്ച് ഏത് കളറാണ് നമുക്ക് നോക്കണം. ഇവിടെ ഒരു യെല്ലോ ഓറഞ്ച് ഉണ്ട്. ഈ യെല്ലോ ഓറഞ്ച് നമ്മളിവിടേക്ക് മറിച്ചെടുത്ത് നോക്കുകയാണൊന്ന്. ഓക്കെ,
അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഈ ബ്ലൂവിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഡാർക്ക്, അതായത് ഡാർക്ക് ബ്ലൂ എന്നൊക്കെ പറയാൻ തോന്നുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും യെല്ലോ ഈ കളറും വൈറ്റും ആണ് വരുന്നത് അല്ലേ. ഈ ഒരു പീസ് വരും. ഓക്കെ, ഇങ്ങനെ സോൾവ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരൊറ്റൊരു മൊമെന്റിൽ തന്നെ നിങ്ങൾക്ക് എത്ര കളർ കിട്ടി? 1 2 3 4 5 6 കളറ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ യെല്ലോ, ഇവിടെ വൈറ്റ്, ഈ കളറ് ഓറഞ്ച്, ഗ്രീൻ, ബാക്കിയുള്ളതും അതേപോലെ. ഈ ഇത്രയും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കളേഴ്സും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്യൂബ് ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഇത് നമ്മൾ സെൻറ്റർ നോക്കിയിട്ട് സെൻറ്റർ ഓൾറെഡി ഫിക്സ് ആണ്. ആ കളർ നമ്മൾ ചുറ്റും സ്റ്റാർ സോൾവ് ചെയ്യുന്നു, അതിനുശേഷം ബാക്കിയുള്ളത് സോൾവ് ചെയ്യുന്നു. അങ്ങനെ ലെയർ ആയിട്ടാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 മെഗാമിനിസ് ക്യൂബിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്യൂബ് സംബന്ധമായ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.